മലയാളി പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. ലൂസിഫർ എന്ന എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ഔദ്യോഗികമായി ആരംഭിച്ചത്. എങ്കിലും സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം അന്യരാജ്യങ്ങളിലും കേരളത്തിന് പുറത്തും ആയിരുന്നു നടന്നിരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഷെഡ്യൂൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് തുടക്കമായി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. സംവിധായകനായി എത്തുന്നത് പൃഥ്വിരാജ് ആണ് എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. ചെന്നൈയിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കേരളത്തിലേക്ക് വന്നത്. 2019 ലൂസിഫർ വലിയ വിജയമായതിനു ശേഷം പ്രഖ്യാപിക്കപ്പെട്ട സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലും പ്രദർശിപ്പിക്കും. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ലൂസിഫറിലെ പ്രധാന താരങ്ങളായ ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ബൈജു സന്തോഷ്, ഫാസിൽ തുടങ്ങിയവരും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ കൂട്ടത്തിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ കൂടി എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സുരാജ് വെഞ്ഞാറമൂടും ഷൈൻ ടോം ചാക്കോയും ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മുരളി ഗോപി തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും തിരക്കഥ എഴുതിയിരിക്കുന്നത്. സുജിത് വാസുദേവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. 150 കോടി രൂപയായിരുന്നു ലൂസിഫർ എന്ന സിനിമ ആഗോള വിപണിയിൽ നിന്നും നേടിയത്. ഇപ്പോൾ മലയാളം സിനിമ 200 കോടി ക്ലബിൽ എത്തി നിൽക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് ആണ് മലയാളത്തിലെ ആദ്യ 200 കോടി ക്ലബിലെത്തിയ സിനിമ. എമ്പുരാൻ എന്ന സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ റെക്കോർഡിനെ വെട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേസമയം എമ്പുരാൻ 250 കോടി അടിക്കുമോ അതോ 300ലേക്ക് എത്തുമോ എന്നാണ് മലയാളികൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.